ഗൾഫ് രാജ്യങ്ങളിൽ ഓണാഘോഷം തുടങ്ങിക്കഴിഞ്ഞു. ഓണാഘോഷങ്ങളിൽ സദ്യ പോലെ തന്നെ ഒഴിച്ചുകൂടാനാവാത്തതാണ് പ്രവാസികൾക്ക് മാവേലിയും. UAE ഓണാഘോഷ വേദികളിലെ സ്ഥിരം സാന്നിധ്യമാണ് മാവേലി ലിജിത്ത് എന്നറിയപ്പെടുന്ന ലിജിത്ത് കുമാർ. ഇതിനകം 1000-ലധികം വേദികളിൽ മാവേലിയായി ലിജിത്ത് എത്തിക്കഴിഞ്ഞു. മലയാളികൾ ചെന്നെത്തുന്ന ഇടങ്ങളിലെല്ലാം ഓണാഘോഷവും ഗംഭീരമാവുകയാണ്. മാവേലിയും പൂക്കളവും സദ്യയും ഓണക്കളികളും ഒന്നിക്കുന്ന കളർഫുൾ ഓണം കൂടണമെങ്കിൽ കടൽ കടന്നിങ്ങ് ഗൾഫിലെ മണ്ണിലെത്തണമെന്ന് ഇവിടെ ഒരിക്കലെങ്കിലും ഓണം കൂടിയവർ പറയുന്നതിൽ കാര്യമുണ്ട്. കേരളത്തിനേക്കാൾ പകിട്ടും ആവേശവും ദൈർഘ്യവുമുണ്ട് ഗൾഫ് നാടുകളിലെ ഓണാഘോഷത്തിന്. മാവേലിയുടെ സാന്നിധ്യത്തിൽ ആഘോഷ പരിപാടികളും സദ്യവട്ടങ്ങളും ക്രിസ്മസ് വരെ നീളും. മാവേലിക്കും ഇത്രയും കാലം വിശ്രമമില്ല. ഓണത്തിന് മുൻപേ എത്തുന്ന മാവേലി ഓണം കഴിഞ്ഞ് ക്രിസ്മസും പുതുവത്സരവും ആഘോഷിച്ചിട്ട് UAEയിൽ നിന്ന് മടങ്ങിയുള്ളൂ. മാവേലി വേഷം സ്ഥിരമായി ചെയ്യുന്ന നിരവധി പേരുണ്ട് ഗൾഫിൽ. ഇത്തരത്തിൽ ശ്രദ്ധേയമായി വേഷം ചെയ്യുന്ന വ്യക്തിയാണ് കണ്ണൂർ തളിപ്പറമ്പ് സ്വദേശി ലിജിത്ത് കുമാർ. ആര് നടത്തുന്ന ആഘോഷമായാലും മഹാബലി ഇല്ലാതെ എന്തോണം. അതുകൊണ്ട് തന്നെ ഓണക്കാലം UAEയിലെ മാവേലി വേഷക്കാരുടെ തിരക്കിന്റെ കാലം കൂടിയാണ്. കഴിഞ്ഞ 1.5 പതിറ്റാണ്ട് കാലമായി UAEയിലുള്ള ലിജിത്ത് കുമാർ കലാപരമായി വിവിധ മേഖലകളിൽ പ്രവർത്തിക്കുന്നുണ്ടെങ്കിലും മാവേലി വേഷവുമായി രംഗത്ത് വന്നത് 6 വർഷം മുൻപാണ്. അന്ന് അതിന് വലിയ സ്വീകാര്യത ലഭിച്ചു. ഇതോടെയാണ് ലിജിത്ത് പ്രവാസികളുടെ സ്വന്തം മാവേലിയായത്. ഞാൻ 6 വർഷമായിട്ട് മാവേലി എന്നുള്ള ഒരു ഇതിലേക്ക് ഇറങ്ങി. ജനങ്ങളത് സ്വീകരിച്ച് കഴിഞ്ഞു. അത് വളരെ സന്തോഷമാണ്. ഓരോ പ്രോഗ്രാമിനും പോയി നമ്മൾ മാവേലി എന്ന ഒരു പ്രസൻസ് അവർ നമുക്ക് തരുന്ന ഒരു സ്വീകാര്യതയും വളരെ സന്തോഷമാണ്. അപ്പോൾ 6 വർഷമായിട്ട് ഒരുപാട് ഇവിടുത്തെ സംഘടനകളും വലിയ വലിയ വേദികളും എല്ലാം നമ്മളാണ് വിളിക്കൽ. മലയാളികൾ കണ്ടുപരിചയിച്ച മാവേലിയുടെ ഒരു രൂപമുണ്ട്. വെളുത്ത് കുടവയറുള്ള ഓലക്കുട ചൂടി പട്ടുടുത്ത മഹാബലി. നമ്മുടെ മനസ്സിലെ മാവേലിയുടെ രൂപമാണ് ലിജിത്തിനും. അല്പം കുടവയർ കുറവുണ്ടെങ്കിലും മാവേലിയെ വേഷമിട്ടാൽ കിട്ടുന്ന സ്വീകാര്യതയിൽ ഇദ്ദേഹവും വളരെ സന്തോഷവാനാണ്. കാണുന്നവർക്കെല്ലാം അത്ഭുതവും സന്തോഷവും സമ്മാനിക്കുകയാണ് പ്രവാസികളുടെ സ്വന്തം മാവേലി. വലിയ കാണുമ്പോൾ സന്തോഷം എന്ന് പറഞ്ഞാൽ ലോകം മുഴുവനുള്ള മലയാളി സന്തോഷിച്ചുകൊണ്ടിരിക്കുക. ഈ അടുത്ത് ഞങ്ങൾ കഴിഞ്ഞ 2 ആഴ്ചകളിൽ അമേരിക്കയിലായിരുന്നു. ഇവിടെ തപ്പിയപ്പോൾ അവിടുത്തെ ഓണാഘോഷം കഴിഞ്ഞിട്ട് മാവേലി ഇങ്ങോട്ട് പോകുന്നെന്നാണ് പറഞ്ഞത്. അപ്പോൾ ഞാൻ പിന്നെ ഇങ്ങനെ തിരക്കി പിടിച്ച് പോയി കഴിഞ്ഞ ദിവസം ദുബൈയിൽ വന്നപ്പോൾ പറഞ്ഞില്ല അജ്മലിലേക്ക് പോന്നിരിക്കുന്നു, അവിടെ തീരത്തുണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ ഒരു അതിരാവിലെ പുറപ്പെടുകയാണ് മാവേലിയെ കാണാൻ വേണ്ടിയിട്ട്. കാരണം ഞാൻ തൃക്കാക്കരയിൽ നിന്ന് വരുന്ന എടപ്പള്ളി, കൃത്യമായിട്ട് ഞങ്ങളുടെ അമ്പലവും ഞങ്ങളുടെ ഇതും അവിടെ നിന്നാണല്ലോ പാതാളത്തിലേക്ക് മാവേലി പോയത്. തിരിച്ചു വരുമ്പോഴും അതിലേ വന്നിട്ടാണ് കയറുന്നത്. കഴിഞ്ഞ ദിവസമാണ് ഒരു ചാനലിൽ വേറൊരു ചെറിയ ഇത് കാണുകയും ചെയ്തു. മാവേലി പൊട്ടിയ റോഡിൽ നിന്ന് കയറുന്ന പോലെ തിരിച്ചുപോയി. അപ്പോൾ ഇവിടെ വെച്ച് കണ്ടതിൽ വലിയ സന്തോഷമുണ്ട്. മാവേലിയുടെ വേഷമിട്ട് ലിജിത്ത് എത്തിയാൽ അറബികളും വിദേശികളും വരെ കൗതുകത്തോടെ ഒപ്പം നിന്ന് ഫോട്ടോ എടുക്കും. കുട്ടികൾ അടക്കമുള്ളവരും മാവേലിക്കൊപ്പം നിന്ന് സെൽഫി എടുത്ത് ഏറെ സന്തോഷത്തോടെയാണ് മടങ്ങുന്നത്. മാവേലിയുടെ ചരിത്രം അവർക്ക് പകർന്നു കൊടുക്കാനും ലിജിത്ത് ശ്രമിക്കാറുണ്ട്. അതിനെ സംബന്ധിച്ച് നോക്കുമ്പോൾ 6 മാസം ഓണമാണ്. ഓണം തുടങ്ങുന്നതിന് മുമ്പിൽ തന്നെ നമുക്കിവിടെ ഓണമായി. അപ്പോൾ 6 മാസം ഓണമാണ്. പിന്നെ ഇവിടുത്തെ ഒരുപാട് ഓരോ കമ്പനികളിലും കാര്യങ്ങളിലും യൂറോപ്യൻസും അറബികളും എല്ലാവരും വർക്ക് ചെയ്യുന്ന കമ്പനി ആയതുകൊണ്ട് അവർക്ക് ഇതിനെപ്പറ്റി അതിൽ എന്തായാലും മലയാളീസ് ഉണ്ടാവുമല്ലോ. അപ്പോൾ ഇതിനെപ്പറ്റി നല്ലൊരു വ്യക്തമായിട്ടുള്ളൊരു ധാരണ ഓണമാണ് എന്നുള്ള ഒരു ഇതുണ്ട്. അപ്പോൾ അവർക്കിത് കണ്ട് ഒരു ശീലമായി. പിന്നെ ഒരു സെൽഫി എടുക്കലും ഫോട്ടോ എടുക്കലും അവർക്കൊരു നമ്മളെക്കാട്ടിയും അവർക്കാണ് ശരിക്കും ഓണത്തിൻ്റെ ഒരു ഇത്. വേഷത്തിനാവശ്യമായ എല്ലാ സാധനങ്ങളും നാട്ടിൽ നിന്ന് കൊണ്ടുവരികയാണ് പതിവ്. ഓണ സീസൺ കഴിഞ്ഞാൽ അടുത്ത തവണത്തേക്ക് വേണ്ടത് വാങ്ങാൻ നാട്ടിലേക്ക് ഓടും. വേഷവും ആടയാഭരണങ്ങളും ഓലക്കുടയും എല്ലാം ഓരോ തവണയും വേറിട്ടതാക്കാൻ ശ്രമിക്കാറുണ്ടെന്ന് ലിജിത്ത്.
ശരിക്കും കസ്റ്റമൈസ്ഡ് ചെയ്യുന്നതാണ്. ശരിക്കും ഈ കുട എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പം നാട്ടിൽ നിന്ന് പറഞ്ഞിട്ട് ചെയ്യിപ്പിക്കുന്നതാണ്. ഇതിനിപ്പോൾ നല്ലൊരു ഇതും വരും, 5000 അത്ര വരും, പറഞ്ഞിട്ട് നമ്മൾ ചെയ്യിപ്പിക്കുന്നതാണ്. അതുപോലെ എല്ലാ കോസ്റ്റ്യൂംസ് ആയാലും ഇതായാലും ഇതിനെല്ലാം നല്ല എക്സ്പെൻസ് ഉണ്ട്. എല്ലാ സീസണിലും മുമ്പിലും നാട്ടിലൊന്ന് പോയി എല്ലാം ഒരുക്കും. ഓരോ വർഷം പോവും, ഓരോ വർഷം പോയിട്ട് വ്യത്യസ്ത ഇതേപോലത്തെ ഇപ്പോൾ 24 കോസ്റ്റ്യൂംസ് ഉണ്ട്. അപ്പോൾ ഇന്നിപ്പോൾ ഇട്ട കോസ്റ്റ്യൂംസ് ആയിരിക്കുമല്ലോ അടുത്ത പ്രോഗ്രാമിന് പോകുമ്പോൾ ഇടുക. അവർക്കൊരു വ്യത്യസ്തമായിക്കോട്ടെ എന്ന് ഒരു ചിന്താഗതിയിൽ വേറെ കളർ ചേഞ്ച് കൊടുക്കും. മണിക്കൂറുകളോളം എടുക്കും മാവേലിയായി ചമയമിടാൻ. തന്റെ സഹപ്രവർത്തകരുടെ സഹായത്തോടെയാണ് ആദ്യഘട്ടങ്ങളിൽ ലിജിത്ത് അണിഞ്ഞൊരുങ്ങിയിരുന്നത്. ഇപ്പോൾ തിരക്ക് കൂടിയപ്പോൾ സഹധർമ്മിണി പ്രിയങ്കയുടെ സഹായം തേടുകയാണ് മാവേലി. ഇതിപ്പോൾ ഭാര്യയാണ് ചെയ്യാറ്. മേക്കപ്പ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഏകദേശം ഒരു മണിക്കൂറോളം മേക്കപ്പ് എടുക്കും, 1 മണിക്കൂറോളം എടുക്കും. പിന്നെ നമ്മൾ കോസ്റ്റ്യൂം ഡ്രസ്സിങ് കഴിയുമ്പോൾ അതും 1 മണിക്കൂറോളം എടുക്കും. ചില സമയത്തെന്ന് വിചാരിച്ചാൽ നമുക്ക് രാവിലെ ചിലപ്പോൾ 8 മണിക്ക് പ്രോഗ്രാം തുടങ്ങിയാൽ ചിലപ്പോൾ വൈകുന്നേരം 8 മണി, ഒരു 4 പ്രോഗ്രാമെല്ലാം രാവിലെ വെളുപ്പിന് എണീച്ചിട്ടുള്ള ഇതിൻ്റെ ഒരുക്കങ്ങളും കാര്യങ്ങളും ചെയ്യേണ്ടതാണ്. മാവേലിയെ ഷാർജ പോലീസ് സഹായിച്ച കഥയും പറയാനുണ്ട് ലിജിത്തിന്. കൊറോണ ആ ടൈമിലാണ്. പോലീസ് എന്ന് പറഞ്ഞാൽ നമ്മൾ വണ്ടിയിലാണ് യാത്ര. അപ്പോൾ കുറേ പ്രോഗ്രാം അങ്ങോട്ടും ഇങ്ങോട്ടും ഓട്ടത്തിൽ പെട്രോൾ കുറച്ച് കഴിഞ്ഞിട്ട് അടിക്കാമെന്നുള്ള ആ ഒരു നിലയിലുണ്ടായിരുന്നു. അപ്പോൾ പെട്ടെന്ന് വണ്ടി ബ്രേക്ക് ഡൗൺ ആയി. അപ്പോൾ ആ ഒരു ഇതിൽ എനിക്ക് എന്താ ചെയ്യേണ്ടതെന്ന് അറിയത്തില്ല. അപ്പോൾ ആൾക്കാരെല്ലാം വന്ന്, പിന്നെ പോലീസ് നമ്മൾ ഷാർജയിലായിരുന്നു, പോലീസ് വന്നു. അവരോട് കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി അവരെ ഹെൽപ്പ് ചെയ്തു. ഫൈനോ കാര്യങ്ങളോ ഒന്നും ഉണ്ടായില്ല. അതും ഒരു വലിയൊരു സന്തോഷമാണ്. കാരണം അവർക്ക് വരെ അറിയാം ഇവിടുത്തെ അറബിക് അതുപോലെ തന്നെ യൂറോപ്യൻസ് ആയാലും എല്ലാവർക്കും എന്താണ് ഓണം, കേരളത്തിലെ ഈ ഫെസ്റ്റിവൽ ഇത്ര ഇതാണെന്ന് എല്ലാം അറിയാം. അതൊരു വലിയ കാര്യമാണ്. ഇക്കൊല്ലം ഇതിനിടെ നിരവധി പരിപാടികളിൽ ലിജിത്ത് മാവേലിയായി എത്തിക്കഴിഞ്ഞു. പ്രവാസികളുടെ സ്വന്തം മാവേലി ഇനി ഓണത്തിരക്കിലേക്ക്.